കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പം ഇപ്പം വാർത്താ സമ്മേളനം വിളിച്ച് സംസാരിക്കേണ്ട ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓഫീസിലേക്ക് വാർത്ത പോകാനല്ലല്ലോ, ജനങ്ങളിലേക്ക് പോകാനാണ്. അപ്പോ സെക്രട്ടറി പറയുന്നു നിങ്ങളുടെ പൊതുജനങ്ങളുടെ ഭാഗമല്ല, പൊതുജനങ്ങളിലേക്ക് അതിന്റെ ഭാഗമല്ല, അതിന്റെ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതല്ല. അതെങ്ങനെയാണ് യോജിച്ചു പോകുക രണ്ടും? അല്ല, അതില് ജനങ്ങളോട് പറയാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഈ ജനാഭിപ്രായത്തെ പ്രതിഫലിപ്പിക്കുന്നവരാണ് നിങ്ങൾ എന്ന് അർത്ഥമില്ലല്ലോ. നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏഷ്യാനെറ്റിനെയാണ്. പക്ഷെ നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ വ്യൂ ആണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ വ്യൂ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഏഷ്യാനെറ്റിന് മുമ്പാകെ കണക്ക് അവതരിപ്പിക്കാൻ താല്പര്യമില്ല. അത്രയേ ഉള്ളൂ. CPIM ഒരു യോഗം വിളിച്ചാൽ അതിൽ CPIM അംഗങ്ങൾ അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് പങ്കെടുക്കുക. ഈ കണക്കുമായി ബന്ധപ്പെട്ട അവ്യക്തത അല്ലെങ്കിൽ സംശയങ്ങളുള്ള കോൺഗ്രസുകാരും BJP-കാരും ഒക്കെ ഉണ്ടാവും. അവരിത് അറിയണമെങ്കിൽ എന്താ? കോൺഗ്രസുകാരനെ ഞങ്ങൾ എന്തിനാ ബോധ്യപ്പെടുന്നത്? ഓനാരാ? എന്തിന്? ഞങ്ങൾ അവരുടെ നിന്ന് പൈസ പിരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു കോൺഗ്രസുകാരുടെ നിന്ന് പൈസ പിരിച്ചിട്ടില്ല. ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് ഞങ്ങൾ പിരിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അടുത്ത് മാത്രമാണ്. ആര്? അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹം പൊതുജനങ്ങളുടെ ബഹുജനങ്ങൾ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചു എന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നോട് നിർദ്ദേശിച്ചത് മാധ്യമങ്ങളോട് പറയാനല്ല, എന്നോട് നിർദ്ദേശിച്ചത് അവിടെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങളുടെ മുമ്പാകെ ഈ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണമെന്നാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ കുടുംബ സംഗമങ്ങൾ ചേരും. ആ കുടുംബ സംഗമങ്ങളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങൾ പങ്കെടുക്കും. ആ ബഹുജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഈ കണക്ക് അവതരിപ്പിക്കും. അന്നല്ലല്ലോ അതിന്റെ അർത്ഥം. വിശദീകരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല അതില് ഞാൻ നിലപാട് ഞാൻ പറഞ്ഞല്ലോ. ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. ഏതാ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു? ഞാൻ ചോദിക്കട്ടെ, തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിൽ ഇപ്പോ പാർട്ടിയുടെ ജാഥ ഉണ്ടെന്നല്ലോ, സംസ്ഥാന ജാഥ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച പോലെ കള്ളന്മാരുടെ പാർട്ടിയാണ് ഈ പാർട്ടിയെങ്കിൽ ആ കള്ളന്മാരുടെ പാർട്ടിയെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ വരുമോ? നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ആ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിരോധിക്കാനുള്ള വഴി പാർട്ടിയുമായി ബന്ധപ്പെട്ട ബഹുജനങ്ങളുടെ മുമ്പാകെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പാർട്ടി രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് ആ കുടുംബത്തിന് നൽകിയതിനകത്ത് ആ കുടുംബത്തെ ആദ്യം സഹായിച്ചു, ആ കുടുംബത്തിന് വീട് വെച്ച് നൽകിയതിൽ പോലും കൃത്രിമമുണ്ടെന്നും ആ ഫണ്ടിൽ ബാക്കിയുള്ളത് കുറച്ച് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് മാറ്റിവെച്ചു, കുറച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നൊക്കെ ഒരു നേതാവ്, ഞങ്ങളെ പുറത്തുള്ള ഒരു മാധ്യമപ്രവർത്തനമല്ല പറഞ്ഞത്, താങ്കളുടെ ജില്ലാ കമ്മിറ്റിയിൽ താങ്കളുടെ സഹപ്രവർത്തകനായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണനാണ്, അദ്ദേഹമാണ് എക്സ് ആകുന്നതിന് മുമ്പ് അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. അത് സമൂഹത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ചാൽ അതിൽ മാധ്യമങ്ങളുടെ പ്രചരണം ഇല്ലല്ലോ. അല്ല, ജനങ്ങൾ വിശ്വസിച്ചാലല്ലേ അതിൽ ജനങ്ങൾക്ക് പാർട്ടി അറിയാം. പാർട്ടി എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ വി കുഞ്ഞികൃഷ്ണൻ, ഞാൻ പറഞ്ഞല്ലോ, വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പിൽ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒരു വിധത്തിലും ചില കാര്യങ്ങൾ പ്രശ്നമുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. എന്താ പ്രശ്നം? ഇനിയിപ്പോൾ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ കാര്യം മാത്രം എടുത്തിട്ട് കൊടുക്കണ്ട. എന്താ പ്രശ്നം? ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു സമ്മേളന കാലയളവ് 3 വർഷമാണ്. ആ ഒരു സമ്മേളന കാലയളവിൽ കൂടുതൽ 4 വർഷക്കാലം എടുത്തിട്ടാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നത്. അപ്പോൾ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്ന സമയത്ത് ഇത്രയും കാലയളവ് ഉണ്ടായതിന്റെ ഫലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ ഡബിൾ ജിയോ പാർട്ടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കേട്ടിനോ? അതായത് ഒരു കുറ്റത്തിന് ഒരു ശിക്ഷയാണ്. ഇത് പാർട്ടി വളരെ വിശദമായി 2022 പരിശോധിച്ചല്ലോ. പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു നിഗമനത്തിലെത്തി. എന്താ, ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഫണ്ട് വിനിയോഗിക്കേണ്ട വിധത്തിലല്ല വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് ഭഗമാരി ചെലവഴിച്ചൊന്നും കൊടുക്കണ്ട.
അല്ല, അങ്ങനെയല്ല അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അതായത് ഇപ്പൊ നിങ്ങൾ ശേഖരിച്ച ഫണ്ട് സമയബന്ധിതമായി കൃത്യതയോടുകൂടി ചെലവഴിക്കണം. ആ സമയബന്ധിതമായി ചെലവഴിച്ച് കൃത്യമായിട്ടുള്ള അതിന്റെ വരവ് ചെലവ് കണക്ക് സമയബന്ധിതമായി അംഗീകരിക്കണം. അത് അംഗീകരിച്ചില്ല. അങ്ങനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ആയിട്ടുള്ള ഉത്തരവാദപ്പെട്ട സഖാക്കളെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള TA മസൂദിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റി DC മെമ്പറാക്കി അയാളെ തരം താഴ്ത്തി. ഈ നടപടി പാർട്ടി സ്വീകരിച്ചതാണ്. ഈ നടപടി സ്വീകരിച്ച് പാർട്ടിക്കകത്ത് പറഞ്ഞതാണ്. പക്ഷെ എന്താ പ്രശ്നം? വി കുഞ്ഞികൃഷ്ണന് തൃപ്തിയാവില്ല. കാരണം മധുവിനെ ശരിപ്പെടുത്തിയാലേ വി കുഞ്ഞികൃഷ്ണൻ ശരിയാവുള്ളൂ. അത് ശരിപ്പെടുത്താൻ വേണ്ടി പാർട്ടി തെറ്റിനോടാണല്ലോ പാർട്ടിയുടെ സമരം, അല്ലാണ്ട് വ്യക്തിയോടല്ലല്ലോ. തെറ്റ് വന്നു, ആ തെറ്റ് തിരുത്താൻ ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിച്ചു. നടപടി സ്വീകരിച്ചപ്പോ ആളെ കൊല്ലാൻ വേണ്ടിയല്ല പാർട്ടി നടപടി സ്വീകരിക്കുന്നത്. തെറ്റ് തിരുത്തി അയാളെ ശരിയായ കമ്മ്യൂണിസ്റ്റ് ആക്കി രൂപപ്പെടുത്താൻ വേണ്ടിയാണ് നടപടി. ആ നടപടി സ്വീകരിച്ചു. ആ നടപടി സ്വീകരിച്ചത് വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അതുപോരാ, അതിലപ്പുറം വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകത്തിന് അദ്ദേഹം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല പേര് പകയുടെ കണക്ക് പുസ്തകം എന്നാണ്. വേറെ പേരല്ല, പകയുടെ കണക്ക് പുസ്തകം. നിങ്ങൾ എഴുതി വെച്ച ഏറ്റവും നല്ല പേരതാണ്. രക്തസാക്ഷി ഫണ്ടില് തിരിമറി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വക മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചാൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രതിരോധമാണ് പാർട്ടി തീർക്കുന്നത്. അതായത് ഈ അതിന്റെ വിശദാംശങ്ങൾ പറയണ്ട എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. ഞാൻ ഒരു കാര്യം, ഒരു സപ്പോസ് മാത്രം പറയാം. രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പാർട്ടി ഫണ്ട് പിരിക്കുമ്പോൾ കുടുംബ സഹായത്തിന് വേണ്ടി മാത്രം പിരിച്ച ഫണ്ടല്ല അത്. പാർട്ടിക്കകത്ത് കൃത്യമായി പാർട്ടി മെമ്പർമാരിലാണ് ഫണ്ട് ശേഖരിക്കുന്നത്. പാർട്ടി മെമ്പർമാരോട് പറഞ്ഞ കാര്യം എന്താ? 3 കാര്യങ്ങളാണ്. ഒന്ന് കുടുംബസഹായം, രണ്ടാമത്തത് വീട് വെച്ചു കൊടുക്കൽ, മൂന്നാമത്തത് കേസ് നടത്തൽ. 3 കാര്യങ്ങളാണ് പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടാണ് ഈ ഫണ്ട് ശേഖരിക്കുന്നത്. ആ ഫണ്ട് ശേഖരിച്ചപ്പോൾ സഹായമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ചില കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ കടബാധ്യതകൾ ഇതിൽ നിർവഹിച്ചിട്ടുണ്ട്. വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി തുക ഏരിയ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? കേസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ആ കേസ് നടത്താൻ വേണ്ടി കൈമാറിയ തുക ഒരു വകമാറ്റി ചെലവഴിക്കലല്ല. ചിലപ്പോ അങ്ങനെ കയ്യിലുള്ള തുക, ആ തുക ചില സമയത്ത് ഒരു ഘട്ടത്തിൽ ഓഫീസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്, തൽക്കാലം അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു കേസുണ്ട്, ആ കേസിന് വേണ്ടി തൽക്കാലം ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് വകമാറി ചെലവഴിക്കലല്ല. ഇതാണ് വകമാറി ചെലവഴിക്കലായിട്ട് കുഞ്ഞികൃഷ്ണൻ കാണുന്നത്. അത് വകമാറി ചെലവഴിക്കല്ല. ഏരിയ കമ്മിറ്റിന്റെ കൈവശം ആ തുകയുണ്ട്. കേസ് നടത്തുന്നത് പാർട്ടിയാണ്, ഏരിയ കമ്മിറ്റിയാണ്. കേസ് കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം ബാക്കി തുക ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്ന് പാർട്ടി തീരുമാനിക്കും. അതെനിക്കറിയില്ല. വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് അതിൽ ഞങ്ങള് ഈ വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് പിൻവലിക്കാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ചില സമയം ഒരു നോട്ട് നിരോധനത്തിന്റെ സമയമാണെന്ന് കരുതുക. ഫണ്ട് നിങ്ങൾക്ക് കൂടുതൽ തുക ആവശ്യമുണ്ടെന്ന് കരുതുക. ഏതെങ്കിലും ഒരു അക്കൗണ്ട്, ഓഫീസ് നിർമ്മാണമാണ് ഞാൻ പറയുന്നത്, ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തുക വിഡ്രോ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ഒരു നിശ്ചിത തുകയെ സാധിക്കും. അതിൽ കൂടുതൽ തുക വേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ വിഡ്രോ ചെയ്യും. നിങ്ങൾ നോക്കേണ്ടത് ഈ തുകയിൽ എന്തെങ്കിലും തെറ്റായ രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? പാർട്ടി പരിശോധിച്ചു. ഞാൻ പറയട്ടെ, പാർട്ടി പരിശോധിച്ചപ്പോ 1 രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം ധൻരാജ് രക്തസാക്ഷി ഫണ്ടിലുള്ള തുക ആ രക്തസാക്ഷി അക്കൗണ്ടിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. കേസ് നടത്തിപ്പിന് വേണ്ടിയുള്ള തുക ഏരിയ കമ്മിറ്റിക്ക് കൈമാറേണ്ട കാര്യമില്ല. ആ അക്കൗണ്ടിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. അതുകൊണ്ട് പാർട്ടി DC പറഞ്ഞു, ഏരിയ കമ്മിറ്റി കൈമാറിയിട്ടുള്ള തുക ധൻരാജ് രക്തസാക്ഷി ഫണ്ടിലേക്ക് തന്നെ മാറ്റി സൂക്ഷിക്കണം. ജില്ലാ കമ്മിറ്റി പറഞ്ഞു. ഈ കുറ്റത്തിനാണ് നടപടി സ്വീകരിക്കുന്നത്.
ആ കുറ്റമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പണം അടിച്ച ആരെങ്കിലും കൊണ്ടുപോയി ദുർവിനിയോഗം നടത്തിയെന്നല്ല അതിന്റെ അർത്ഥം. ഈ കുറ്റാണ്. അത് വകമാറി ചെലവഴിക്കലല്ല, ചെലവഴിക്കേണ്ട രീതിയിൽ ചെലവഴിക്കാത്തതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ഈ വകമാറ്റി